എപ്പോഴും ഒരു തിരിച്ചുപോക്ക് പലരും ആഗ്രഹിക്കാറുള്ളതാണ്. MP വീരേന്ദ്രകുമാറും ഇത്തരത്തിലുള്ള ആലോചനയിലാണ്. CPIM ഇടതുമുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും പിന്നീട് UDF-ൽ പോയി ഇടതുമുന്നണിയെ തന്നെ വെല്ലുവിളിച്ച് നടക്കുകയും ചെയ്ത വീരേന്ദ്രകുമാർ സഖാക്കൾക്കൊപ്പം വീണ്ടും ചേരാനുള്ള ആലോചനയിലാണത്രേ. സംഘപരിവാർ ഭീഷണി നേരിടാൻ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ എന്തു ചെയ്യും? എന്തായാലും പിണറായിയെ തെറിവിളിച്ചു പോയതിനു ശേഷം UDF-ൽ ഒന്നും കിട്ടാതായപ്പോഴുള്ള ഈ മടക്കം ഗംഭീരമാകും. യോജിക്കണം യോജിച്ച് നിൽക്കണമെന്ന് പറയുന്നത് ഏതിനു വേണ്ടിയാണെന്നുള്ളത് കൂടി പ്രശ്നമാണ്. ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം സംഘ് പരിവാർ ഉയർത്തുന്ന വെല്ലുവിളിയാണ്. എവിടെ കാറ് എനിക്ക് വിശക്കടൂ. 7 ദിവസം കഴിച്ചിട്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ കാനം രാജേന്ദ്രൻ പറഞ്ഞു, പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുണ്ടാവാം. ഏത് കൂട്ടുകെട്ടും ഏത് മുന്നണിയും ഏതിനു വേണ്ടിയാണെന്നുള്ളത് മുമ്പത്തെക്കാൾ ഇപ്പോൾ പ്രസക്തമാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ നേരിടുന്ന സംഘ് പരിവാറിൻ്റെ BJP വെല്ലുവിളിയാണ്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചുടമ്പി തരാൻ. ശവത്തി കുത്തരുത് ജഡ്ജി ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. എന്നതൊരു തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞങ്ങൾ അന്ന് മുന്നണി വിട്ടപ്പോൾ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലല്ലോ മുന്നണി വിട്ടത്. ഞങ്ങളെ മുന്നണി ചവിട്ടിപ്പുറത്താക്കുക ചെയ്തത്. ഞാനത് പറഞ്ഞിരുന്നു. ആ കാരണങ്ങളൊന്നും ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഞങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ സമസ്യകൾ ഉന്നയിച്ചു. ആ സമസ്യകൾ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ അതിന് ശേഷമാണ്, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായത്. മത്തങ്ങാത്തലയാന്ന് വിളിച്ചില്ലേ? നിനക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. ലോട്ടറി അടിച്ചെന്ന് ഇവളാ എന്നോട് കള്ളം പറഞ്ഞത്. ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പൊളി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂദേവി നോക്ക് 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 മൂത്തോക്ക് നോക്ക്. വീരേന്ദ്രകുമാറിനെ മാത്രമല്ല, കോൺഗ്രസുകാരെ തന്നെ പാരവയ്ക്കുന്ന കാലമാണത്രേ ഇത്. അതുകൊണ്ടാണ് ഉഴവൂർ വിജയൻ പറയുന്നത് സൗഹൃദ മത്സരം കോൺഗ്രസിന്റെ കൂടപ്പിറപ്പാണ് എന്ന്. കോൺഗ്രസിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അവർ മറ്റുള്ളവരെ ആരെയും കിട്ടിയില്ലെങ്കിൽ, ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവരുടെ കൂടെയുള്ളവരെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം സൗഹൃദ മത്സരമാണ് പല സ്ഥലത്തും UDF-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ കാര്യത്തിലും. ഇപ്പോൾ കുത്തിക്കൊല്ലുകയാണെങ്കിലും അവർ ഒരു സൗഹൃദ കുത്തിക്കൊല്ലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാവക്കാട് ഹനീഫെ അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് ഇന്നൊരു കൃത്യം 12 മണിക്ക് അവിടെ എത്തിച്ചേരുന്നതും പാർട്ടിക്കാരനെ കുത്തിക്കൊല്ലുന്നതാണ്. നേരത്തെ പ്രോഗ്രാമിൽ ചേർത്തിട്ട് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ പറഞ്ഞയക്കുക, ഉമ്മയുടെ മുമ്പിൽ വെച്ച് കുത്തിക്കൊല്ലുക. സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ കൊല്ലപ്പെട്ട A ഗ്രൂപ്പുകാരനെ കുറിച്ച് സിനിമ എടുക്കാൻ തയ്യാറാകാത്ത സംവിധായകരോടും ഉഴവൂർ വിജയന് ഒരു അഭ്യർത്ഥനയുണ്ട്. ചില സിനിമാ സംവിധായകരൊക്കെ LDF-നെ ആക്രമിക്കാൻ വേണ്ടി TP 51 വെട്ട് ഒരു സിനിമ എടുത്തു. സിനിമ എടുത്തതിലൊന്നും തെറ്റില്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ആ സംവിധായകന് ചാവക്കാട് ഹനീഫ ഒറ്റക്കുത്ത് എന്ന് പറഞ്ഞൊരു പടം എടുത്തുകൂടെ? അത് ഒറ്റക്കുത്ത. ഇത് രാത്രിയിൽ നടന്ന സംഭവമാണ്. ആരാണെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. സാഹചര്യ തെളിവുകളൊക്കെ വെച്ചാണ് അതിൻ്റെ ശിക്ഷയൊക്കെ ഉണ്ടായത്. ഇത് പട്ടാപ്പകൽ ഉമ്മയുടെ മുമ്പിൽ വെച്ച് കുത്തിക്കൊല്ലുക. അപ്പോൾ അതല്ലേ പടം ആദ്യം എടുക്കേണ്ടത്? മറ്റേ രണ്ടാം ഭാഗമായിട്ട് എടുത്താൽ മതിയായിരുന്നു. TP-യുടെ കാര്യം അധികം മിണ്ടണ്ട. വിശദീകരിക്കാൻ പോയാൽ മുന്നണി ആകെ കുഴങ്ങും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് യാത്രയയപ്പ്. വിട ചൊല്ലി അകലുന്നു പകലോ, വിരഹാർദ്രമൊരുകുന്ന മനസ്സോ.